ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഏപ്രിൽ മാസത്തിലെ മൈത്രേയ മുഹൂർത്തം, ത്രിപുഷ്കര യോഗം വരുന്ന ദിവസം, അതേപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ ധനവരവിന് വേണ്ടി നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു സ്വിച്ച് വേർഡ്, ഒപ്പം തന്നെ നാളെ വെള്ളിയാഴ്ചയാണ്. മണി അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ വെള്ളിയാഴ്ച നമ്മൾ ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് എല്ലാവർക്കും ഹനുമാൻ ജയന്തിയുടെ ആശംസകൾ. എന്താണ് ഇന്ന് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയി തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് പോയി കണ്ട് ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കണം. തീർച്ചയായും എന്താണോ നമ്മുടെ ആഗ്രഹം അത് ഭഗവാൻ നമുക്ക് സാധിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും, വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒന്നും ആരും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് നാളെ വെള്ളിയാഴ്ച ചൊല്ലേണ്ടുന്ന ആ ഒരു ലക്ഷ്മി മന്ത്രം എന്താണെന്നുള്ളത് നോക്കാം. എല്ലാ വെള്ളിയാഴ്ചയും എങ്ങനെയാണ് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ആഴ്ചയും നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ലക്ഷ്മി ദേവിയെ അണിയിച്ചൊരുക്കി ദേവിക്ക് മുൻപിൽ ദീപങ്ങളൊക്കെ തെളിയിച്ച് നമ്മൾ നിവേദ്യങ്ങളൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നിവേദ്യങ്ങൾ വെക്കാത്തവർ വെക്കണമെന്നുള്ള നിർബന്ധവുമില്ല. അതേപോലെ പടിപൂജ ചെയ്യുന്നവർ അത് ചെയ്യണം. അതേപോലെ അക്ഷയപാത്രം ഫില്ല് ചെയ്ത് വെക്കണം. നമ്മുടെ മെയിൻ ഡോറിൽ മാവില തോരണം ചാർത്തണം. നമ്മൾ നല്ല വൃത്തിയായിട്ട് ഒരുങ്ങണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, ചിലരൊക്കെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുക മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ഒന്നിനും ഒരു കുറവില്ല. ഭർത്താവിൻ്റെ സ്നേഹത്തിനോ മക്കളുടെ സ്നേഹത്തിനോ യാത്രകൾ പോകുന്നതിനോ സ്വർണ്ണാഭരണങ്ങൾക്കോ വസ്ത്രത്തിനോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങൾക്കും അവർക്ക് കുറവില്ല. പക്ഷേ നമ്മൾ എത്രയൊക്കെ ദൈവത്തിനോട് കിടന്ന് പ്രാർത്ഥിച്ചിട്ടും നമുക്ക് യാതൊരു വിധത്തിലുമുള്ള ഉയർച്ച ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഈശ്വരാനുഗ്രഹം ലഭിക്കാൻ നമുക്ക് വേണ്ടത് എന്താണ്? നിസ്വാർത്ഥമായ ഭക്തിയാണല്ലേ. അതായത് ഒരു ഈശ്വരനോട് അടുക്കണമെങ്കിൽ നമുക്ക് നിസ്വാർത്ഥമായ ഭക്തിയും സ്നേഹവും വിശ്വാസവും മന്ത്രോച്ചാരണങ്ങളും മാത്രം മതിയാവും. അവിടെ പൈസയ്ക്ക് യാതൊരു ആവശ്യവുമില്ല. അതായത് നമുക്കൊരു ഭഗവാനോട് അടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഉപഹാരങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളൊന്നും വേണ്ട. പകരം എല്ലാ ദിവസവും നമ്മൾ ആ ഭഗവാന്റെ മന്ത്രം മാത്രം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈശ്വരാനുഗ്രഹം ലഭിക്കും. പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവണം. ധനപരമായിട്ട്, സന്തോഷകരമായി, കുടുംബപരമായിട്ടൊക്കെ ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭക്തിയോടൊപ്പം, അല്ലെങ്കിൽ ഭക്തിയേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് മറ്റുള്ള മനുഷ്യരോടുള്ള ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, അസൂയ ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. അതായത് ഒരാൾ നന്നാവുന്നത് കണ്ട് സന്തോഷിക്കാൻ മനസ്സുള്ള ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. അതായത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു വ്യക്തി ഒരു വലിയ കാറ് വാങ്ങിച്ചു, ഒരു 15 ലക്ഷത്തിൻ്റെയോ 20 ലക്ഷത്തിൻ്റെയോ കാറ് മേടിക്കുമ്പം അവർ നന്നായിരിക്കട്ടെ എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടാവണം. അങ്ങനെയല്ല അത് കണ്ടു കഴിയുമ്പോൾ ഉടനെ തന്നെ അവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പൈസ ഇത് മേടിക്കാൻ, അവർക്കിതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ? അതേപോലെ തന്നെ ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. അത് കാണുമ്പോൾ ഉടനെ നമുക്കും അത് വേണം എന്ന് തോന്നുന്ന ഒരു കുശുമ്പ്, ഒരു അസൂയ നമ്മുടെ മനസ്സിലുണ്ടായാൽ തീർച്ചയായും നമുക്ക് അവിടെ ഒരു ഉയർച്ച ഉണ്ടാവില്ല. ഈ സിറ്റിയിലൊക്കെ താമസിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മറ്റുള്ള ആരുമായിട്ട് അവർക്കൊരു ബന്ധമുണ്ടാവില്ല. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. മറ്റുള്ളവരുടെ വീട്ടിൽ എന്തു മേടിക്കുന്നെന്നോ അവർക്കൊരു ഉയർച്ച ഉണ്ടാകുന്നുണ്ടെന്നോ ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അവർക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും അവർ ഓടിച്ചെല്ലുകയും ചെയ്യും. ഈ നാട്ടിൻപുറത്തൊക്കെ താമസിക്കുന്നവർക്കാണ് കൂടുതലായിട്ടും അയൽവക്കക്കാരൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും അത് കാണുമ്പോൾ കുശുമ്പും അസൂയയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ടും ഉണ്ടാവുന്നതിലുള്ള കാര്യം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചു, കുറ്റമാണെങ്കിലും കുറവാണെങ്കിലും പറയുന്നത് നിർത്താനുള്ളൊരു മനസ്സുണ്ടാവണം. അതേപോലെ തന്നെ മറ്റുള്ളവരിൽ അസൂയ, കുശുമ്പ് ഇതൊന്നും നമ്മൾ പെടാൻ പാടില്ല. അതേസമയം അവരുടെ ജീവിതത്തിൽ എന്തുയർച്ചയുണ്ടായാലും നന്നായിരിക്കട്ടെ, അതായത് അവർക്കതുകൊണ്ട് ഗുണമുണ്ടാവട്ടെ, അത് നിസ്വാർത്ഥമായി പറയണം. സ്വാർത്ഥത മനസ്സിൽ വെച്ചുകൊണ്ട് പുറമേ നാവുകൊണ്ട് അവർ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാവില്ല. കാരണം മഹാലക്ഷ്മി ദേവി എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ ദേവിയാണ്. നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം, വിശ്വാസം,
സന്തോഷം, ഇതൊക്കെ ഉള്ളിടത്ത് മാത്രമേ മഹാലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ മനസ്സും നമ്മളും ശരിയായി നമ്മുടെ വീടിനെയും ശരിയാക്കി ഒരൊറ്റ വെള്ളിയാഴ്ച നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് യാതൊരുവിധ കുഴപ്പവുമില്ലാതെ അവരെല്ലാം ഒന്നിച്ചു കിട്ടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വീട്ടിൽ എന്തുണ്ട്, മറ്റുള്ളവർക്ക് പൈസയുണ്ടോ, അവർ ഉയരുന്നുണ്ടോ എന്ന് നോക്കി അസൂയപ്പെടാതെ കുശുമ്പുപെടാതെ ജീവിക്കുന്നവർക്ക് തീർച്ചയായും അവരാഗ്രഹിക്കുന്നതൊക്കെ കൊടുത്ത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി അനുഗ്രഹിക്കും എന്ന് പറയുന്നതിന് പിന്നിലെ കാരണം. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭർത്താവിനും മക്കൾക്കും വീട്ടിലുള്ളവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കണം. ആദ്യം ചിലർ കണ്ടിട്ടില്ലേ, വ്രതം എടുക്കുന്നു. ഇപ്പോൾ ഭർത്താവിനും മക്കൾക്കും നോൺ വെജ് ഇല്ലാതെ കഴിക്കാൻ പറ്റില്ല, ഞാൻ 6 ദിവസം വ്രതമാണ്, ഈ വീട്ടിൽ ഞാൻ നോൺ വെജ് കയറ്റില്ല, നോൺ വെജ് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നോൺ വെജ് കുക്ക് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് നോക്കാതെ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കണം. അതല്ലാതെ അവരുടെ ഇഷ്ടങ്ങൾ ചെയ്യാൻ അനുവദിക്കാതെ പകരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് കൊണ്ട് അവർ മനസ്സംതൃപ്തി അടയാതെ ഭക്ഷിച്ച് എഴുന്നേറ്റ് പോകുമ്പം നമ്മൾ വലിയ കാര്യത്തിൽ ഞാനിതൊന്നും കഴിച്ചില്ല, കുടിച്ചില്ല, ഞാൻ എല്ലാം കൊണ്ടും ശുദ്ധയാണ് എന്ന് പറഞ്ഞ് പൂജ ചെയ്താൽ തീർച്ചയായും അവിടെ മഹാലക്ഷ്മി കടാക്ഷം ലഭിക്കില്ല. പിന്നെ ദീപാവലി, വിഷു അതുപോലെയുള്ള വലിയ വലിയ പൂജകളുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ നോൺ വെജ് കുക്ക് ചെയ്യാൻ പാടില്ല. അത് വേറൊരു കാര്യം, അത് ഒരു ദിവസത്തേക്കുള്ള കാര്യമാണ്. ഈ 2, 3, 4, 5, 6 ചിലപ്പോൾ 48 ദിവസത്തെ മുരുക പൂജയൊക്കെ എടുക്കുന്നവരൊക്കെ ഇതുപോലെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർക്കത് നൽകുമ്പോഴാണ് അവിടെ സന്തോഷമുണ്ടാവുന്നത്. അതായത് ഒരു മനുഷ്യന് ഫുഡ് കൊടുക്കുമ്പം അവനത് കഴിച്ച് അവന് കിട്ടുന്ന ആ നിറവെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു അസറ്റാണ്. അത് മഹാലക്ഷ്മിയുടെ ഒരു കടാക്ഷമാണ്. അതേപോലെ തന്നെ വ്രതമാണ്, 48 ദിവസത്തെ മുരുകവ്രതം എടുക്കുമ്പം ഒരിക്കലും ബ്രഹ്മചര്യം പാലിക്കണമെന്നില്ല. പക്ഷേ അതുപോലും ഭർത്താവിന് നിഷേധിക്കുന്ന സ്ത്രീകളുണ്ട്. 24 മണിക്കൂറും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് ക്ഷേത്ര ദർശനവുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഭർത്താവിൻ്റെ സ്നേഹം കിട്ടില്ല. ഭർത്താവിന് വേണ്ടത് എന്തൊക്കെയാണോ അത് വേണ്ട സമയങ്ങളിൽ യഥാക്രമം അറിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഭാര്യയുടെ ധർമ്മം. നമ്മൾ ബ്രഹ്മചര്യ ജീവിതമല്ല ജീവിക്കുന്നത്, ഗൃഹസ്ഥാശ്രമമാണ്. അതിൽ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. ചിലവരുണ്ട് ആഴ്ചയിൽ 7 ദിവസവും വ്രതമായിരിക്കും. അങ്ങനെയുള്ള വീട്ടിൽ എങ്ങനെയാണ് ഭർത്താവിൻ്റെ സ്നേഹം ഒരു സ്ത്രീക്ക് കിട്ടുക? അതുപോലെ തന്നെ മക്കൾ നോൺ വെജ് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അമ്മ കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കണം, ഇല്ല ഞാൻ വ്രതമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിക്കില്ല, വെളിയിൽ പോയി കഴിച്ചു. അവിടെ എവിടെയാണ് ഒരു അമ്മയുടെ സ്നേഹം മക്കൾക്ക് കിട്ടുന്നത്? അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ളവരെ ആദ്യം സന്തോഷിപ്പിക്കണം, അവരുടെ മനസ്സും വയറും നിറയ്ക്കണം. അവർക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ നൽകി അവർക്ക് സന്തോഷമടഞ്ഞതിന് ശേഷം മറ്റുള്ളവരുടെ, നമ്മുടെ വീടിന് പുറത്തുള്ളവരുടെ കാര്യങ്ങൾ അസൂയയോടും പകയോടും നോക്കാതെ മനസ്സന്തോഷത്തോടു കൂടി അവർ നന്നായിരിക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനൊരു മനസ്സില്ലെങ്കിലും കുശുമ്പ് കുത്താതിരിക്കുക. ഇപ്പോൾ ചിലവർക്ക് എത്രയൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അവരത് വാങ്ങിച്ചു എന്ന് കാണുമ്പം, ഇപ്പോൾ ഈ സ്വർണ്ണത്തിൻ്റെ വിലയ്ക്ക് തന്നെ ഒരു വ്യക്തി, നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വ്യക്തി 1 പവൻ സ്വർണ്ണം മേടിക്കുമ്പോൾ അയ്യോ കണ്ടോ അവൻ 1 പവൻ സ്വർണ്ണം മേടിച്ച് എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്ന് പറയാനുള്ള മനസ്സ് ഉണ്ടാവാതെ ഇരിക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് മഹാലക്ഷ്മി കടാക്ഷം കിട്ടും, ജീവിതത്തിൽ ഉയർച്ചയും കിട്ടും. ഞാനിത് ഇത്രയും നീട്ടി പറഞ്ഞത് ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യത്തിൽ സംശയമുണ്ട്. അത് ഉണ്ടാവാതിരിക്കാനും മുന്നോട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നാളെ നമ്മൾ ചൊല്ലേണ്ടുന്ന മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം, ഇത് നാളെ 6 to 7 വരുന്ന ശുക്രഹോര സമയത്ത് രാവിലെയോ അങ്ങനെയല്ലെങ്കിൽ രാത്രി 8 to 9 ആ സമയത്ത് വരുന്ന ശുക്രഹോര സമയത്തോ ആണ് നമുക്ക് ചൊല്ലാനായിട്ട് പറ്റുന്നത്. ഈ 2 സമയങ്ങൾ നിങ്ങൾ ജോലിക്ക് പോകുന്നു, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തിരക്കാണെന്നുണ്ടെങ്കിൽ നാളെ വെള്ളിയാഴ്ച രാവിലെ മുതൽ രാത്രിക്കുള്ളിൽ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ ഒരു നെയ്ദീപം കൊളുത്തി വെക്കണം. ഇനി വീട്ടിൽ അങ്ങനെയൊന്നും പൂജ ചെയ്യാൻ സമ്മതിക്കാത്തവർ സാധാരണ കത്തിക്കുന്ന നിലവിളക്കിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് കത്തിച്ച് അതിന് മുൻപിലിരുന്ന് നല്ല രീതിയിലുള്ള ധനവരവ് എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് മഹാലക്ഷ്മിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം ശ്രീം മഹാലക്ഷ്മി പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം നമ.
ഓം ശ്രീം മഹാലക്ഷ്മി പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം നമ. ഈ ഒരു മന്ത്രം നാളെ 108 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. വെള്ളപ്പൂക്കൾ കൊണ്ടും താമര ഇതളുകൾ കൊണ്ടും അതുപോലെ തന്നെ റോസാപ്പൂക്കളൊക്കെ കൊണ്ട് അർച്ചന ചെയ്യുന്നവർക്കും തീർച്ചയായും അർച്ചന ചെയ്തുകൊണ്ടും മഹാലക്ഷ്മി ദേവിക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം പാല് കാച്ചി നിവേദ്യം വെക്കുന്നവരാണെങ്കിൽ പാല് കാച്ചി നിവേദ്യം വെച്ച് അമ്മയോട് നല്ല രീതിയിൽ ധനവരം ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുക. ഇനി നമ്മൾ ഈ ഒരു ഏപ്രിൽ മാസം മുഴുവൻ ധനവരവുണ്ടാവാൻ വേണ്ടിയിട്ട് ചൊല്ലേണ്ടുന്ന ഒരു സ്വിച്ച് വേർഡ്. ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസുമില്ല. ഒരു ദിവസത്തിൽ ഏതൊരു സമയത്തും ചൊല്ലാവുന്നതാണ്. അതായത് ഒന്നെങ്കിൽ 45 പ്രാവശ്യം ഇത് നമ്മൾ പറയുക, അല്ലെങ്കിൽ 45 പ്രാവശ്യം എഴുതുക. എങ്ങനെയാണെങ്കിലും നമുക്ക് നല്ല ഫലം കിട്ടും. 199621 ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന ആ ഒരു സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. 199621 ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുക. എല്ലാ ദിവസവും നല്ല രീതിയിലുള്ള ധനവരം ഉണ്ടാവണം എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് 45 പ്രാവശ്യം ഇത് മനസ്സിൽ പറയുകയോ അല്ലെങ്കിൽ എഴുതുകയോ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഏപ്രിൽ മാസത്തിലെ ത്രിപുഷ്കര ദ്വിപുഷ്കര യോഗങ്ങളാണ്. നമുക്കറിയാമല്ലോ എന്താണ് ത്രിപുഷ്കര യോഗം എന്നുള്ളത്. എല്ലാ മാസവും ഞാൻ പറഞ്ഞു വരുന്നതാണ്. ഈ ഒരു ഏപ്രിൽ മാസം നമുക്ക് ദ്വിപുഷ്കര യോഗങ്ങളൊന്നുമില്ല, പക്ഷേ ത്രിപുഷ്കര യോഗങ്ങൾ, അതായത് എന്ത് നല്ല കാര്യം ചെയ്താലും 3 പ്രാവശ്യം കൂടി ചെയ്യാൻ പറ്റുന്ന ആ ഒരു യോഗം നമുക്ക് ഈ ഒരു മാസം 3 പ്രാവശ്യം വരുന്നുണ്ട്. അതായത് ഏപ്രിൽ മാസത്തിൽ 3 പ്രാവശ്യം നമുക്ക് ത്രിപുഷ്കര യോഗമുണ്ട്. ഏപ്രിൽ 14, ഏപ്രിൽ 19, ഏപ്രിൽ 28. ഏപ്രിൽ 14 ചൊവ്വാഴ്ചയാണ് ആദ്യത്തെ ത്രിപുഷ്കര യോഗം വരുന്നത്. അന്ന് മേടം 1 അന്ന് വൈകിട്ട് 4:06 ആരംഭിച്ചിട്ട് അന്ന് രാത്രി 12:12 ഈ ഒരു ത്രിപുഷ്കര യോഗം അവസാനിക്കുന്നത്. അതായത് ഏപ്രിൽ 14 വൈകിട്ട്. രണ്ടാമത്തേത് ഏപ്രിൽ 19 ഞായറാഴ്ചയാണ്. അന്ന് രാവിലെ 7:10 ആരംഭിക്കുന്ന ത്രിപുഷ്കര യോഗം 10:49 അന്ന് രാവിലെ 10:49 നമുക്ക് അവസാനിക്കും. അവസാനത്തേത് ഏപ്രിൽ 28 അന്ന് ചൊവ്വാഴ്ചയാണ്. അന്ന് രാവിലെ 6:09 ആരംഭിക്കുന്ന ത്രിപുഷ്കര യോഗം അവസാനിക്കുന്നത് അന്ന് സന്ധ്യയ്ക്ക് 6:51 കൂടിയിട്ടാണ്. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏപ്രിൽ 28 ത്രിപുഷ്കര യോഗം എന്ന് പറയുന്നത് മുഴുവനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം പ്രത്യേകിച്ച് ഏപ്രിൽ 14 മേടം 1 നമുക്ക് വരുന്ന ത്രിപുഷ്കര യോഗത്തിൻ്റെ അന്ന് നമുക്ക് പുതിയ വർഷത്തിൻ്റെ ആരംഭമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വർഷം മുഴുവൻ ഐശ്വര്യമായിരിക്കാൻ അന്ന് ആ ഒരു 4:06 മുതൽ 12:12 വരെ, അപ്പോൾ ആ 4:06 മുതൽ 12:12 എന്ന് പറയുന്ന രാത്രിയാകും. നമുക്ക് ഏകദേശം അന്ന് രാത്രി ഒരു 9 മണി വരെ സമയമുണ്ടാകും. നിങ്ങൾക്ക് സ്വർണം, വെള്ളി, അതേപോലെ വീട്ടിലോട്ട് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, വസ്ത്രം മേടിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കൊണ്ട് വരാവുന്നതാണ്. പിന്നെ ഏപ്രിൽ 28 ക്ഷേത്ര ദർശനം നടത്താം. നമുക്ക് പെരുകണമെന്ന് ആഗ്രഹിക്കുന്ന എന്തൊരു കാര്യവും നമുക്ക് ആ ഒരു ദിവസം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് ത്രിപുഷ്കര യോഗമുള്ള ദിവസങ്ങൾ. ഇനി അവസാനത്തേത് ഈ ഒരു ഏപ്രിൽ മാസത്തിലെ മൈത്രേയ മുഹൂർത്തമാണ്. മൈത്രേയ മുഹൂർത്തം എന്താണെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കടം തീരാൻ ഏറ്റവും നല്ലതാണ് മൈത്രേയ മുഹൂർത്തം. ഈ ഒരു ഏപ്രിൽ മാസത്തിൽ നമുക്ക് രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് ശനിയാഴ്ചയാണ്. ശനി, ചൊവ്വ ഈ 2 ദിവസങ്ങളിൽ മൈത്രേയ മുഹൂർത്തം വരുന്നത് വളരെ വളരെ ഓസ്പീഷ്യസ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പം ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് 2026 ഏപ്രിൽ 6 തിങ്കളാഴ്ചയാണ്. അന്ന് രാത്രി 8:55 മുതൽ 11:06 വരെയാണ് മൈത്രേയ മുഹൂർത്ത സമയമെന്ന് പറയുന്നത്. വൃശ്ചിക ലഗ്നം, അനിഴം നക്ഷത്രം, 4ാം പാദത്തിലാണ് ഈ പ്രാവശ്യം ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം 2026 ഏപ്രിൽ 18 ശനിയാഴ്ച. അന്ന് അതിരാവിലെ 5:46 ആരംഭിച്ച് 7:33 മൈത്രേയ മുഹൂർത്തം അവസാനിക്കുന്നത്. മേടം ലഗ്നം, അശ്വതി നക്ഷത്രം, 2ാം പാദത്തിലാണ് ഈ പ്രാവശ്യത്തെ രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം ഏപ്രിൽ മാസം നടക്കുന്നത്. അപ്പം 2 മൈത്രേയ മുഹൂർത്തങ്ങളുണ്ട്. 2 മൈത്രേയ മുഹൂർത്തത്തിലും നമ്മൾ കവറിൽ പണം എടുത്ത് വെക്കേണ്ടെന്ന് ആവശ്യമില്ല. അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഏതൊരു സമയത്തും ഇത് ചെയ്യാവുന്നതുമാണ്.
അപ്പോൾ ഈ ഒരു സമയവും എല്ലാവരും, അതായത് കടമുള്ളവരും ആഗ്രഹം സാധിക്കണമെന്നുള്ളവർക്കുമൊക്കെ ഈ ഒരു മൈത്രേയ മുഹൂർത്ത സമയത്തെ മുറുക്കെ പിടിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാം. കടത്തെ കുറയ്ക്കാവുന്നതൊക്കെയാണ്. ഒരുപാട് പേർക്കിത് ഫലം കിട്ടിയിട്ടുള്ളതുമാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായും നല്ല ഫലം തന്നെ ഇതെല്ലാം ചെയ്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.